1996 വിഷു സമ്മർ വെക്കേഷൻ. ആ വെക്കേഷനിൽ ഇറങ്ങിയ സിനിമകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 96 മാർച്ച് മാസം അവസാനം റിലീസായ ഒരു സിനിമ, പുതുമുഖങ്ങളുടെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അന്ന് ചെറിയ വേഷങ്ങൾ ചെയ്ത് നടന്നിരുന്ന ഒരു നടനും പിന്നെ അത്യാവശ്യം നോൺ ആയിട്ടുള്ള ഒരു നടനും, ഒരു പുതുമുഖ നായിക, പുതുമുഖ സംവിധായകൻ. ഒരു സിനിമയാണ് സല്ലാപം. ഇത് നമ്മളെല്ലാവരും ആ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. അന്ന് സുന്ദർദാസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ മലയാളത്തിലോട്ട് കാലെടുത്ത് വെച്ചത് സംവിധായകനായിരുന്നു. അദ്ദേഹം സഹസംവിധായകനായിരുന്നു. വിനീത്, ആനി ഇവരെയൊക്കെ വെച്ച് ആലോചിച്ചിരുന്ന ഒരു കഥ കറങ്ങിത്തിരിഞ്ഞ് അന്ന് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് നടന്നിരുന്ന ദിലീപിനെ നായകനാക്കുന്നു. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞ പുതിയൊരു നായിക വരുന്നു. പിന്നെ മനോജ് കെ ജയൻ. എനിക്ക് അന്ന് ബിജു മേനോനെയും ആലോചിച്ചിരുന്നു. ബിജു മേനോ മറ്റേ തിരക്കുകൾ കാരണം അത് മനോജ് കെ ജയനിലേക്ക് പോകുന്നു. ലോഹിദാസിന്റെ സ്ക്രിപ്റ്റ്. ലോഹിദാസാണ് ശരിക്കും ഒരു സിനിമ ഓർഗനൈസ് ഒക്കെ ചെയ്തത്. അത് വളരെ അധികം ഇങ്ങനെ ഹൈപ്പൊന്നുമില്ല, ഒരു കൊച്ചു സിനിമ എന്ന രീതിയിലായിട്ട് ആ സിനിമ വരുന്നു. അത് ശരി ഒരു സ്ലീപ്പർ ഹിറ്റ് തന്നെയായി മാറി എന്ന് പറയാം. നമ്മൾ ദിലീപ് എന്ന് പറയുന്ന ആളുടെ മഞ്ജു വാര്യർ എന്ന നടിയിലൊക്കെ ഒരു കരിയർ ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ആ ഒരു സിനിമ. സുന്ദർദാസ് എന്ന സംവിധായകൻ പിന്നീട് കുറെ സിനിമകൾ ചെയ്തു. പക്ഷെ ഇന്നും നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നത് സല്ലാപം എന്ന് പറയുന്ന ഒരു സിനിമ കൊണ്ടൊക്കെ. ഇത് കഴിഞ്ഞ് പിന്നെ ഇത് ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ 2 സിനിമകൾ ഇറങ്ങി. ഒന്ന് നമ്മുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ അതുവരെയുള്ള ഏറ്റവും ഹൈ ബഡ്ജറ്റ് ഒരു സിനിമ തന്നെയായിരുന്നു തോന്നുന്നു മലയാളത്തിലെ കാലാപാനി. പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നു. നമുക്ക് പ്രഭു തമിഴിൽ വരുന്നു. എനിക്കൊരു മലയാളത്തിലും തമിഴിലും കൂടിയ സിനിമ ചെയ്തു. താബു അഭിനയിക്കുന്നു. ഇളയരാജയുടെ സംഗീതം. മോഹൻലാലും ഗുഡ് നൈറ്റ് മോഹനും കൂടിയാണ് ആ ഒരു സിനിമ ചെയ്തത്. അങ്ങനെ ഒരു വലിയൊരു ക്യാൻവസ്, ഏകദേശം 5 കോടി രൂപ ബഡ്ജറ്റിലേക്കാണ് ആ ഒരു സിനിമ അന്ന് തിയേറ്ററിൽ ഇറങ്ങിയത്. അതിന്റെ ഒപ്പം അതേ ദിവസം തന്നെ ഭരതന്റെ ദേവരാഗം, അതായത് തെന്നിന്ത്യൻ താരം അരവിന്ദ് സ്വാമി, ഇന്ത്യയിലെ ഏറ്റവും വലിയ താരമായിരുന്ന ശ്രീദേവി ഒന്നിക്കുന്ന ഒരു സിനിമ, കീരവാണിയുടെ മ്യൂസിക്, അങ്ങനെ ഭയങ്കര ഹൈപ്പിലാണ് ആ ഒരു സിനിമ വന്നത്. പക്ഷെ ഈ കാലാപാനിയും ദേവരാഗവും അന്ന് തിയേറ്ററുകളിൽ വിചാരിച്ച ഒരു ചലനം ഉണ്ടാക്കിയില്ല എന്ന് പറയാം. കാരണം ദേവരാഗമാണെങ്കിലും അതിന്റെ പല കുഴപ്പങ്ങളുണ്ട് ആ സിനിമയ്ക്ക്. അതിന്റെ പാട്ടൊക്കെ ഇന്നും ഭയങ്കര ഹിറ്റാണ്, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നതൊക്കെയാണ്. പക്ഷെ എവിടേക്കോ ഒരു സിനിമയ്ക്ക് കുഴപ്പങ്ങൾ സംഭവിച്ചു. നല്ല സിനിമ അന്ന് തിയേറ്ററിൽ വിചാരിച്ച പോലെ ഏറ്റില്ല. അതുപോലെ തന്നെയായിരുന്നു കാലാപാനി. അതൊരു മികച്ചൊരു സിനിമ തന്നെയാണ്. മോഹൻലാലിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എനിക്കൊണ്ട് നാഷണൽ അവാർഡ് ഫൈനൽ റൗണ്ടിൽ എത്തിയ ഒരു സിനിമ തന്നെയാണ്. ഒരുപാട് നാഷണൽ അവാർഡ്സ് ആ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് അങ്ങനെ ഭയങ്കര ആ സിനിമ നഷ്ടമല്ല. കാരണം ആ സിനിമ നഷ്ടമാണോ അല്ലയോ എന്നുള്ള ചർച്ചകളൊക്കെ, ആ സിനിമ നഷ്ടമല്ല എന്ന് അതിന്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരു മറുപടി അന്ന് വന്നതായിട്ട് അന്നത്തെ ഒരു മാഗസീനുണ്ട്. ഞാൻ ഈ അടുത്ത് വായിച്ചു. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡ് ചെയ്യും. അപ്പൊ കാലാപാനി നഷ്ടമല്ല, നിർമ്മാതാക്കൾക്ക് നഷ്ടമല്ല എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ ഭാഗത്ത്, ഗുഡ് നൈറ്റ് മോഹന്റെയും അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് അന്ന് വന്നിരുന്ന ഒരു പ്രസ്താവന. എന്തായാലും ഇപ്പൊ ഇറങ്ങിയ 3 സിനിമകൾ സല്ലാപമാണ് നിൽക്കുന്നത്. പിന്നെ വിഷുവിനോടനുബന്ധിച്ചിറങ്ങിയ സ്വപ്നലോക ബാലഭാസ്കരൻ, അതുപോലെ തന്നെ ഹിറ്റ്ലർ. അതിനു മുമ്പ് മമ്മൂട്ടിയുടെ ഒരു സിനിമ കിങ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി 95 ഒക്ടോബറിൽ. അത്യാവശ്യം ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 95 കിങ് ഇറങ്ങുന്നു. 96 തുടക്കം അഴകിരാവണൻ തിയേറ്ററിൽ ഇറങ്ങുന്നു. അത് തിയേറ്ററിൽ വലുതായിട്ടൊരു വിജയമല്ലായിരുന്നു. പിന്നീട് നമ്മളൊക്കെ റിപ്പീറ്റ് അത് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മമ്മൂട്ടി ഇറങ്ങുന്ന സിനിമയാണ് ഹിറ്റ്ലർ. സിദ്ദിഖ് ലാൽ മമ്മൂട്ടി കൂട്ടിയിട്ടുള്ള സിനിമ. അന്ന് മമ്മൂട്ടിക്ക് തിയേറ്റേഴ്സ് ഒക്കെ മമ്മൂട്ടിയുടെ സിനിമകൾ ഒന്ന് മടിച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പുറത്ത് കാലാപാനിക്കൊക്കെ കൂടുതൽ, അല്ലെങ്കിൽ ജയറാമിന്റെ സിനിമകൾക്കൊക്കെ കൂടുതൽ തിയേറ്റേഴ്സ് കിട്ടുന്ന ഒരു സമയം. മമ്മൂട്ടി സിനിമകൾ ഒന്ന് ഇത്രയും ഒരു അവസ്ഥ മോശം നിൽക്കുന്ന സമയത്താണ് ഹിറ്റ്ലർ വന്നത്. പക്ഷെ ഹിറ്റ്ലർ നമുക്കറിയാം, ഇവിടെ മമ്മൂട്ടി അതുവരെ കളക്ട് ചെയ്ത ഏറ്റവും വലിയ ഒരു സിനിമകളൊന്നും തന്നെയായിരുന്നു. കിങ്ങിന്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് എക്സാക്ട്ലി അറിയില്ല. എങ്കിൽ പോലും വലിയൊരു കളക്ഷൻ തന്നെയായിരുന്നു. പിന്നെ ജയറാമിന്റെ സ്വപ്നലോക ബാലഭാസ്കരൻ, അത് ഹിറ്റ് കൂട്ടുകെട്ട്, ജയറാം രാജസേനന് കൂട്ടുകെട്ട്. ആ ഒരു സിനിമ നമ്മൾ രസമുള്ള ഒരു സിനിമയാണ്. ജയറാമിന്റെ മേലെപ്പറമ്പിൽ പോലെ അനിയമ്പാവ പോലെ ഭയങ്കര സൂപ്പർ ഹിറ്റ് അല്ല, പക്ഷെ എങ്കിൽ പോലും നല്ലൊരു സിനിമയായിരുന്നു. ആ ഒരു സിനിമയിൽ ദിലീപ് ചെയ്തിട്ടുണ്ട്. അന്ന് രാജസേനന്റെ സ്ഥിരം സിനിമകൾ പ്രധാന വേഷം ചെയ്യുന്ന ഒരു നടനെ അതിൽ ആലോചിച്ച് ആ നടൻ ജയറാമിന്റെ ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ അന്ന് കൂടുതൽ പ്രതിഫലം ചോദിച്ചപ്പോൾ അന്ന് പുതുമുഖമായിരുന്ന, പക്ഷെ സല്ലാപത്തിൽ നായക തുല്യമായിട്ട് റോള് ചെയ്തിട്ടും കൂടി അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ജയറാം രാജസേന ടിവിയിൽ ചെറിയൊരു വേഷമാണെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് ദിലീപ് ചെയ്തത്. ദിലീപിന് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഷു സീസൺ ശരിക്കും ദിലീപിന് സല്ലാവും സ്വപ്നലോക ബാലഭാസ്കർ 2 സിനിമയിൽ ദിലീപിന് അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു. എനിക്ക് തോന്നുന്നു സ്വപ്നലോക ബാലഭാസ്കർ സിനിമ കൊണ്ട് ഗുണം ചെയ്തിട്ടുള്ള ഒരു പ്രധാന ഒരാൾ ദിലീപ് തന്നെയാണ്. പിന്നെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 19 എന്ന് പറയുന്ന ഒരു സിനിമ. അത് ബാലചന്ദ്രൻ തന്നെ വന്നിട്ട് ഏപ്രിൽ 18 എന്ന് പറഞ്ഞാൽ ബാലചന്ദ്രന്റെ സൂപ്പർ ഹിറ്റ് സിനിമയാണ്. ശോഭന എന്ന് പറയുന്ന നടീനെ കൊണ്ടുവന്നൊരു സിനിമയാണ്. ഏപ്രിൽ 19 അതുപോലെ നന്ദിനി എന്ന് പറഞ്ഞ ഒരു നടി വരുന്നു. പക്ഷെ ആ ഒരു സിനിമയ്ക്കൊന്നും വിചാരിച്ച പോലെ അന്ന് തിയേറ്ററിൽ എത്തിയില്ല. ബാലചന്ദ്രന്റെ ഒരു പരാജയപ്പെട്ട സിനിമ, അത് ചെയ്ത സിനിമകളിൽ ഭൂരിപക്ഷം വിജയിച്ച സിനിമയാണ്. പരാജയപ്പെട്ട സിനിമ ഒരു സിനിമ തന്നെയാണ് ഏപ്രിൽ 19. എന്തായാലും ആ ഒരു
വിഷു സീസണിൽ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ മാർച്ച് മുതൽ ഏപ്രിൽ അവസാനം വരെ ഉള്ളതിൽ ഏറ്റവും വലിയ വിജയം ഹിറ്റ്ലർ തന്നെയാണ്. ഹിറ്റ്ലർ കഴിഞ്ഞാൽ സല്ലാപം തന്നെയാണ്. ഇനി മെയ് മാസം വന്നു കഴിഞ്ഞാൽ കുറെ സിനിമകൾ എത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മമ്മൂട്ടി സിനിമ 1000 നാൾ വന്നത് തുളസിദാസ് സംവിധാനം ചെയ്ത സിനിമ. അതൊരു ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള എന്നാൽ നല്ലൊരു ഫാമിലി സബ്ജക്റ്റാണ്. മമ്മൂട്ടി, ഗൗതമി, മാധവി, മുരളി, അല്ലെങ്കിൽ മമ്മൂട്ടി, മുരളി, ചേട്ടനനിയനായിട്ട് ഡോക്ടേഴ്സ്. എനിക്കൂടെ ഒരു ഭാരതം സിനിമയുടെ ഒരു കഥ പോലെ ഒരു ചേട്ടനനിയനും ഡോക്ടേഴ്സ് ആണ്. പക്ഷെ അനിയന് ചേട്ടനെക്കാട്ടും കൂടുതൽ പേരെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈഗോ പ്രശ്നങ്ങൾ. നല്ല രസമുള്ള സിനിമയായിരുന്നു. അത് അന്ന് തുളസിദാസ് ആലോചിച്ചിരുന്നത് ആദ്യം മോഹൻലാലിനെ വെച്ച് ആലോചിച്ചിരുന്നു. പിന്നീട് അത് മാറി. ഞാൻ അവിടേക്ക് വായിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയും ജയറാമിനെ, അതായത് ചേട്ടനായിട്ട് മമ്മൂട്ടിയും അനിയനായിട്ട് ജയറാമിനെയും ആലോചിച്ചു. പക്ഷെ മമ്മൂട്ടിക്ക് ആ ചേട്ടന്റെ കഥ നമുക്കറിയാം, അതിൽ അനിയനാണ് ഹീറോ. അപ്പൊ മമ്മൂട്ടിക്ക് ചേട്ടൻ വേഷം ചെയ്യാൻ താല്പര്യമില്ല. മമ്മൂട്ടി അനിയനാവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത് മുരളി അത്യാവശ്യം നല്ല ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് മുരളി ആ ഒരു വേഷം അതിൽ ചെയ്തു. എനിക്കൊന്നും ആ അപ്പൊ തിയേറ്ററിലുള്ള സല്ലാപത്തിലും അതിലൊരു വില്ലൻ റോള് മുരളിനെ വിളിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പിന്നീട് എന്റെ ഫർഗീസ് ആണ് ആ റോള് ചെയ്തത്. മുരളി എന്തോ ആ റോള് ചെയ്തില്ല. എന്തായാലും 1000 നാൾ വന്നത് തിയേറ്ററിൽ തിരക്കേടില്ലാത്തൊരു വിജയം. അതിന് ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല. പിന്നെ റഹ്മാന്റെ ഒരു 2 സിനിമകൾ നമുക്കൊരു മലയാളത്തിലെ ഒരു കോളേജ് കുമാരനായി എന്താ പറയുക റൊമാൻറ്റിക് ഹീറോ ആയി ഇറങ്ങിയിരുന്ന ഒരു നടനായിരുന്നു റഹ്മാൻ. 80കളുടെ അവസാനം പയ്യെ തമിഴിലോട്ട് പോയി. പിന്നെ തമിഴിൽ കുറെ ഹിറ്റുകൾ കൊടുത്തിട്ട് തമിഴിലും കുറച്ച് അവസാനമായപ്പോ പടങ്ങളൊക്കെ ഒന്ന് പരാജയപ്പെട്ടു തുടങ്ങിയതോടായിരിക്കാം അദ്ദേഹം തമിഴിൽ നിർത്തി. വീണ്ടും 95-ൽ മലയാളത്തിൽ വന്നു മഴവിൽ കൂടായിരുന്നു സിനിമ ചെയ്തു. അത് ഒരു ആവറേജ് ഹിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് 96-ൽ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ മെയ് മാസം 2 സിനിമകൾ, ഒന്ന് ഹിറ്റ് ലിസ്റ്റും ഒന്ന് കിങ്സ് ഓവർ. അത്യാവശ്യം ആക്ഷൻ മൂഡുള്ള ഒരു സിനിമകൾ തന്നെയായിരുന്നു. പക്ഷെ ഈ 2 സിനിമയൊന്നും തിയേറ്ററിൽ അങ്ങനെ വലിയ വിജയം, അതായത് റഹ്മാൻ ഒരു തിരിച്ചുവരവ് ഒരുക്കിയില്ല എന്നാണ് പറയുക. ഈ 2 സിനിമകളോട് റഹ്മാൻ അങ്ങനെ വലിയ ഗുണം കിട്ടിയില്ല. പിന്നെ കിണ്ണം കട്ടകവൻ എന്ന സിനിമ, അത് ശ്രീനിവാസനും ജഗദീഷും മാളാരവിന്ദനും ഇന്നസെന്റും ഒക്കെ നല്ല രസമുള്ള സിനിമ. നമ്മൾ ഇന്നും കാണുന്ന ഒരു സിനിമയാണ്. അതൊന്ന് അത്യാവശ്യം തരക്കേടില്ലാതെ പോയ ഒരു സിനിമ തന്നെയായിരുന്നു. അതിന്റെ കോമഡിയൊക്കെ നല്ല രസമുള്ള ഷോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ. പിന്നെ വിജയരാഘവൻ നായകനായിട്ട് അഭിനയിച്ച ഒരു സിനിമയാണ് സുൽത്താൻ ഹൈദരാലി. അന്ന് വിജയരാഘവൻ അത്യാവശ്യം നായകനായിട്ടൊക്കെ കുറെ ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്യുന്നതാണ്. അതൊന്നും അങ്ങനെ തിയേറ്ററിൽ വൻ വിജയം അല്ലെങ്കിൽ പോലും എനിക്കൊന്ന് ബിയും സിയും ഓഡിയോ ക്ലാസ് തിയേറ്റേഴ്സിലൊക്കെ അത്യാവശ്യം കളക്ട് ചെയ്യുന്നുണ്ട്. തരക്കേടില്ലാതെ എന്താ പറയുക നിർമ്മാതാക്കൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സിനിമകളായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഇതിന്റെ ഒരു കളക്ഷൻ എടുത്താൽ മെയ് മാസം എനിക്കുള്ള 1000 നാളെ എന്തെങ്കിലും കിണ്ണം കട്ട കളഞ്ഞോളാം തിയേറ്ററിൽ വന്ന് മെയ് മാസം തുടങ്ങിയ സിനിമ ഹിറ്റായത്. ആ സമയത്ത് തന്നെ തമിഴിലൊരു സിനിമ മെയ്യിൽ റിലീസായിരുന്നു. അതും കേരളത്തിൽ റിലീസ് ചെയ്തിരുന്നു. കേരളത്തിൽ ഒരു 10-200 ദിവസം ഓടിയിട്ടുണ്ട്. ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ ശങ്കർ കമലാസൻ കൂട്ടിട്ടില്ല. അത് എനിക്കുള്ള ആ ഒരു 96 ഓണത്തിന് പോലും തിയേറ്ററിൽ ഉണ്ടായിരുന്നു ആ സിനിമ. ന്യൂൺ ഷോ ആയിട്ട് പല സെന്റേഴ്സിൽ പിന്നെ ബി സി സെന്റേഴ്സിലൊക്കെ അത്യാവശ്യം കൂടിയ ഒരു സിനിമയാണ് ഇന്ത്യൻ. അപ്പൊ എന്തായാലും ഈ ഒരു മെയ്യും ഏപ്രിലും എടുത്തു കഴിഞ്ഞാൽ ഹിറ്റ്ലർ തന്നെയാണ് നമ്പർ 1 ആയിട്ടുള്ളത്. പിന്നെ സല്ലാവും ഉണ്ട്, പിന്നെ 1000 നാളവൻ അന്തനുണ്ട്, പിന്നെ നമുക്ക് കിണ്ണം കട്ടകള. ഇത്രയും സിനിമകളെ ശരിക്കും വിജയ് സിനിമകൾ എന്ന് പറയാം. എന്തായാലും ഈ സിനിമകളൊക്കെ നിങ്ങൾ പലരും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടോ? ഈ സിനിമകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിജയപരാജയങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നമുക്ക് കമന്റ് ചെയ്യാം.